ജനുവരി 7 രാവിലെ പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഫോണിൽ വിവരം പറയുന്നത്. ഒരു കടുവ അമരക്കുനി ഭാഗത്ത് ഒരു ആടിനെ പിടിച്ചിട്ടുണ്ടെന്നത്. ഏകദേശം 5 ആടിനെയാണ് ഈ കടുവ വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അന്നു മുതൽ സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 100ഓളം വനപാലകർ രാത്രിയും പകലുമായി വനിതാ ജീവനക്കാരടക്കം അവിടെ നിൽക്കുകയും 5 കൂട് സ്ഥാപിക്കുകയും അവസാനം അത് കൂട്ടിൽ കയറുകയും ചെയ്തു. നമുക്ക് ഏവർക്കും അറിയാം, കടുവകളുടെ പ്രജനന കാലമാണ്. അതുകൂടാതെ ടെറിട്ടോറിയൽ ഇൻഫൈറ്റിംഗ് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു ജനുവരി ഫെബ്രുവരി കാലഘട്ടം. അതുമൂലം പരിക്ക് പറ്റി ആവാസ വ്യവസ്ഥയിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു പെൺകടുവയാണ് അമരക്കുനി പ്രദേശത്തിൽ ആടുകളെ പിടിച്ചുകൊണ്ടിരുന്നത്. കേവലം ആടുകളെ മാത്രമാണ് ഇത് ഭക്ഷ്യയോഗ്യമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി വർദ്ധിക്കുകയുണ്ടായി. ഈ കടുവയുടെ സഞ്ചാരപഥം പകൽ സമയത്ത് തീർത്തും കണ്ടുപിടിക്കുക ദുഷ്കരമായിരുന്നു. കാരണം ഇതൊരു പതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമായതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഇതിനെ എത്ര തെരഞ്ഞാലും ഇതിനെ കഴിയാത്ത ഒരവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. നമുക്ക് മയക്കുവെടി വെക്കാനുള്ള ഉത്തരവുണ്ടായിരുന്നെങ്കിലും പകൽ സമയത്ത് കണ്ടെത്താൻ കഴിയാത്തതോടുകൂടി അത്തരം സാധ്യതകളും നമുക്ക് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ കഴിയാതെ വന്നു. കൂട് വെക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന മാർഗം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അമരക്കുനി, ദേവർഗത, തൂപ്ര, ഊട്ടിക്കവല, മാങ്ങാപ്പാടി എന്നീ ഭാഗങ്ങളിൽ കൂട് സ്ഥാപിക്കുകയും വനം വകുപ്പിന്റെ പ്രത്യേക അറിയിപ്പ്. തൂപ്ര ഭാഗത്ത് കടുവയ്ക്കായുള്ള കൂട് സ്ഥാപിച്ച സാഹചര്യത്തിൽ ആടുകളെ വളർത്തുന്ന കർഷകർ ദയവായി അവയെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കേണ്ടതാണ്. വാഹന ഗതാഗതം പരമാവധി ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ ശ്രമങ്ങൾ ഓരോന്നായിട്ട് കടുവ വിഫലമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. കൂട്ടിൻ്റെ അടുത്തെത്തുക, പക്ഷേ കൂട്ടിന് കയറാത്ത ഒരു ശൈലിയാണ് കടുവ അവലംബിച്ചിരുന്നത്. ഇത് നമ്മളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. കൂടിൻ്റെ അടുത്ത് വരെ എത്തുന്നുണ്ട്, പക്ഷേ ഇത് എങ്ങനെയാണെന്നാലും ആ സമയം തെന്നി മാറി അടുത്ത വീണ്ടും ആടിനെ പിടിക്കലുണ്ട്. തുടർച്ചയായി പല പല സ്ഥലങ്ങളിലൂടെ 4-5ഓളം ആടുകളെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസം കുറച്ച് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരാടിനെ ഏകദേശം പൂർണ്ണമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത്ര ദിവസം നീണ്ടു പോയത്. പക്ഷെ ഓരോ ദിവസവും നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഓരോ ദിവസവും കടുവ ഇന്ന് കയറും നാളെ കയറും എന്നുള്ളത്. പക്ഷെ ഇത് സൈഡിൽ നിന്നൊക്കെ വന്നിട്ട് കൂടുതലടിച്ചതിൻ്റെ ഡോറ് താഴ്ത്തിയിട്ടൊക്കെ തിരിച്ചു പോവുമായിരുന്നു. അപ്പം നമുക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം രാത്രിയും പകലും ഉറക്കമില്ലാണ്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തെർമൽ ഡ്രോൺ വെച്ച് കടുവയെ നമ്മൾ നിരീക്ഷിച്ചിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് കടുവ കൂടുകൾക്കരികിൽ വരുന്നുണ്ടെങ്കിലും ഇത് കൂടാണെന്ന ഒരു ധാരണയിൽ കടുവ തിരിച്ചു പോകുന്നതായിട്ടാണ്. കൂടുതൽ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നതിന് മുന്നോടിയായി നമ്മൾ കൂട് പ്രത്യേകമായിട്ട് സജ്ജീകരിക്കുകയും ആട്ടിൻകൂട് പോലെയുള്ള രീതിയിൽ നമ്മൾ ആക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമാണ് 16-ാം തീയതി നമ്മൾ കണ്ടത്. ഈ കടുവ തൂപ്ര ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. വെള്ളം ഫോറസ്റ്റ് സ്റ്റേഷൻ, പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ, വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷൻ, സുൽത്താൻ ബത്തേരി RRT, മാനന്തവാടി RRT, വെറ്റിനറി ഡോക്ടറും സംഘവും കൂട്ടായിട്ടുള്ളൊരു യത്നത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ഓപ്പറേഷനെ ഞാൻ കാണുന്നത്. വളരെ ഓർമ്മിക്കപ്പെടേണ്ട ഒരു കാര്യം നാട്ടുകാരുടെ സഹകരണമായിരുന്നു. എല്ലാ കാര്യത്തിലും അവർ നല്ല പോലെ വനംവകുപ്പുമായി സഹകരിച്ചു. പിന്നെ അവിടുത്തെ എല്ലാ ഫാമിലികളും ഞങ്ങളോട് നല്ല സഹകരിച്ചിട്ടുണ്ട്. എല്ലാ കുടുംബങ്ങളും നല്ലപോലെ സഹകരിച്ചിട്ടുണ്ട്. ലേഡീസായ ഞങ്ങൾക്ക് പലയിടത്തുനിന്നും പല അഭിപ്രായങ്ങളും വന്നു. ഈ വനിതാ സ്റ്റാഫ് എന്തിനാണ് കൊണ്ടുവന്നത്, ഇവരെ വെറുതെ അല്ലേ. പക്ഷെ ഞങ്ങൾക്ക് ആ 10ാമത്തെ ദിവസം ഉണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഞങ്ങളെ ഇതിലാരും കമ്പൽ ചെയ്ത് കൊണ്ടുപോയതല്ല, ഞങ്ങളുടെ ഇൻട്രസ്റ്റിൽ തന്നെ പോയതാണ്. ഈ ഒരു ഓപ്പറേഷനിലൂടെ ഞങ്ങളെ ലേഡീസ് സ്റ്റാഫിൽ, ഈ ഡിപ്പാർട്ട്മെന്റിലെ ലേഡീസ് സ്റ്റാഫിന് എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്.